ഞാൻ ഇന്ന് പനീറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കടായി പനീറിന് ആവശ്യമായിട്ട് 200 ഗ്രാം പനീർ വേണം, വലിയൊരു സവോള, പിന്നെ ഒരു ക്യാപ്സിക്കം വലിയത്, പിന്നെ ഒരു തക്കാളി, 4-5 പച്ചമുളകും, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും. അപ്പോൾ ആദ്യം നമുക്ക് പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാം. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും. ഇതിനൊക്കെ ഫ്ലേവർലെസ് ഓയിലാണ് നല്ലത്. പിന്നെ ഞാനത് ബ്ലാക്ക് കാർഡമമാണ് ഇട്ടിരിക്കുന്നത്. വലിയ ഏലക്ക, കറുത്ത ഏലക്കയില്ലേ, അതാണ് ഇട്ടത് ഒരെണ്ണം. അത് കഴിഞ്ഞിട്ട് ഞാൻ സവോളയെല്ലാം ഒന്ന് വാട്ടിയെടുക്കുവാണ്. ഒന്ന് പകുതി വാട്ടുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അങ്ങനെ ക്യാപ്സിക്കം കൂടെ ഇട്ട് ഒന്ന് ഇളകി കൊടുക്കുക. അധികം വേവിക്കണം. ഞാൻ ഇതിനകത്ത് നിന്ന് ഇതെല്ലാം കോരി മാറ്റുവാണ്. പക്ഷെ കുറച്ച് സവോള അതിൽ തന്നെ ആ പാനിൽ തന്നെ ഞാൻ വെച്ചേക്കുവാണ്. ക്യാപ്സിക്കമൊക്കെ ഞാൻ എടുത്ത് മാറ്റി കുറച്ച് സവോള പാനിൽ തന്നെ വെച്ചേക്കുക. ഇത് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ കുറച്ച് സവോള പിന്നെ ഈ പച്ചമുളകൊക്കെ ഇട്ടത് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സവോളയും ക്യാപ്സിക്കം ഒരുമിച്ചിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനിതെല്ലാം ഒരുമിച്ച് ചെയ്യുന്നത്. അങ്ങനെ ആ കുറച്ച് സവോളയിൽ ഞാൻ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളിയും കൂടെ ഇട്ടൊന്ന് ജസ്റ്റ് വാട്ടുക. ഇച്ചിരി എണ്ണ കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഇളക്കി നല്ലപോലെ വാട്ടിയെടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് ഈ മല്ലിയിലയുടെ കുരുവില്ലേ, അത് ഇട്ട് കൊടുക്കുകയാണേ. ഉണക്ക മല്ലിയിലയാണ്. ഇതിപ്പോൾ കിറ്റിൽ കിട്ടിയ കാരണം, ഫ്രീ ആയിട്ട് കിട്ടിയ കാരണം ഇട്ടതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ജീരകം കുറച്ചിട്ടിട്ടുണ്ട്. ജീരകം വേണ്ടാത്തവർക്ക് ആവശ്യമില്ല ഇടേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കുറച്ച് കാഷ്യൂനട്ട് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി വാട്ടിയെടുക്കണം. കാഷ്യൂനട്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. നല്ലപോലെ ഒന്ന് വാട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളത്. മസാലയൊക്കെ കുറച്ച് തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിൽ അടിക്കാവുള്ളൂ കേട്ടോ. ഇനി ഞാൻ ആ സെയിം പാനിൽ കഴുകിയിട്ടൊന്നുമില്ല, കുറച്ച് എണ്ണ കൂടെ ചേർത്തിട്ട് അതിൽ ഈ മസാല പൊടി നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ, അത് നമുക്ക് ചേർക്കാനുള്ളതാണ്. ഈ എണ്ണയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി എടുത്താൽ മതി. കാരണം നമ്മൾ 4 പച്ചമുളകല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കാശ്മീരി ആട്ടോ, കാശ്മീരി മുളക് പൊടി എടുക്കണം. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ഒരു ശകലം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒന്നും പച്ചമണം പോകുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടിച്ച് വെച്ചിരിക്കുന്ന മസാല നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ടാണ് അത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനിയും നല്ലപോലെ വെള്ളം, ഇനിയും കുറച്ചുകൂടെ വെള്ളം ചേർക്കേണ്ടതാണ്. കാരണം നല്ലപോലെ കുറുകിയിരിക്കുന്ന കാരണം ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇട്ട് ഇത് കഴുകി പാനിലോട്ട് ഇടുന്നുണ്ട്. ഇനി നമ്മൾ ആ എണ്ണയിൽ മസാലയൊക്കെ നമ്മൾ ചേർക്കില്ലേ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആ സമയത്ത് നമ്മുടെ ഫ്ലെയിം സിമ്മിൽ തന്നെ ഇടണം, അല്ലെങ്കിൽ മസാല എല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ മസാല നല്ലപോലെ തിളച്ച് വരുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ വാട്ടി വെച്ച ക്യാപ്സിക്കവും സവോളയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഉപ്പ് ഇപ്പോഴാട്ടോ ഇട്ടത്, നേരത്തെ വേണമെങ്കിൽ ഇടാവുന്നതാണ്. ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വീട്ടിൽ ഗ്രേവിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ കുറച്ചുകൂടെ വെള്ളം ചേർക്കാവുന്നതാണ്. ഇതിനി ഒന്നുകൂടെ കുറുകി വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പനീറിൻ്റെ ക്യൂബ്സും എടുത്ത് ഇതിൽ ആഡ് ചെയ്യുക. അങ്ങനെ ഇതൊരു 10 മിനിറ്റിലേക്ക് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് കുറച്ച് കസൂരി മേത്തി ആട്ടോ. കസൂരി മേത്തി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും. നമ്മൾ ഈ കസൂരി മേത്തി എപ്പോഴും ഈ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കുമ്പം ഒക്കെ ഇടുന്ന നല്ല ടേസ്റ്റാണ്. ഈ തേങ്ങ ഒന്നും ചേർക്കാത്ത പരിപ്പ് കറി വെക്കുകയില്ലേ, അതിലൊക്കെ ഇടുന്ന നല്ല ടേസ്റ്റാണ് കസൂരി മേത്തി. കസൂരി മേത്തി വേറെ ഒന്നുമല്ല, ഈ ഉലുവയുടെ ഇലയില്ലേ, അത് തന്നെയാണ്. അപ്പോൾ അതിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് മല്ലിയില അവസാനം ചേർത്ത് കൊടുക്കുവാണ്. ഒരു ചെറിയ ഒരു
ക്യൂബ് കഷ്ണമായിട്ട് ഞാനിവിടെ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി വരുമ്പോഴത്തേക്ക് നല്ലൊരു മണമാട്ടോ. ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഈ കറി നമ്മൾ വൈകിട്ടെല്ലാം ഫുള്ള് കഴിച്ച് തീർത്തു. പനീരൊക്കെ ചിലർക്ക് ഇഷ്ടമില്ലല്ലോ, പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഞങ്ങൾ പനീരൊക്കെ മിക്കപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ഇറച്ചി മീനുള്ള ഇല്ലാത്തപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ.